കേരളത്തിൽ ഒരു പെൺപുലി മോട്ടിവേഷൻ കിങ് ആയിട്ടുള്ള ചരിത്രമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ചരിത്രമുണ്ടെന്ന് പറയും. പക്ഷേ ആ ചരിത്രം ഈ 2-3 മാസങ്ങളിലാണ്, അല്ലെങ്കിൽ ഈ ഒരു വർഷത്തിലാണ് അത് പൊട്ടിപ്പുറപ്പെട്ടതെന്നും പറയും. ആ മിസ്സിൻ്റെ പേരാണ് നമ്മുടെ ഐത മിസ്. ദ ഫിസിക്സിൻ്റെ ഒരു വേണമെങ്കിൽ എന്താ പറയുക, ദ ക്യൂൻ എന്ന് വേണമെങ്കിൽ പറയാം മക്കളെ. 8ാം ക്ലാസ്സിൽ നമ്മുടെ ഐത മിസ്, അതായത് കേരളത്തിൽ ഒരു ഡേറ്റ് ഇടണം. ഞാനൊക്കെ നാട്ടിലേക്ക് ആളെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ആളെ ക്ഷണിച്ചപ്പോൾ ആൾ പറഞ്ഞത് എനിക്ക് ചാർട്ട് എടുത്തെന്നിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത്രയും ദിവസങ്ങളിൽ എനിക്ക് പ്രോഗ്രാമാണ്, പിന്നെ എങ്ങനെയാണ് സാറേ ഞാൻ വരാമെന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ എല്ലാവരും കേരളത്തിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളും രക്ഷിതാക്കളും എല്ലാ വിഭാഗ ആളുകളും ഒന്നടങ്കം കാണാൻ ആഗ്രഹിക്കുന്ന ഐത മിസ് മക്കളെ ഇന്ന് കൃത്യം 7 മണിക്ക് നമ്മുടെ ലൈവിൽ വരികയാണ്. മറ്റൊന്നിനുമല്ല, നാളത്തെ ബേസിക് സയൻസിലെ ഫിസിക്സിൻ്റെ പാർട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഐത മിസ് മാത്രമല്ല, കിങ് ഓഫ് കെമിസ്ട്രി, ലെജൻഡറി ഓഫ് കെമിസ്ട്രി. അത് ആരെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ അത് തീപ്പൊരി കൊണ്ട് ആറാട്ടായിരിക്കും. സ്റ്റുഡിയോ കത്തിത്തെറിക്കുന്ന രീതിയിലുള്ള ആറാട്ടായിരിക്കും. അതായത് 5-6 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കൊറോണ കാലമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ആർക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത സമയം, ട്യൂഷന് പോവാത്ത സമയം, സ്കൂളിൽ പാഠപുസ്തകം എങ്ങനെ തീർക്കുമെന്ന് ഓരോ അധ്യാപകരും ആലോചിച്ചിരിക്കുന്ന സമയം. ആ സമയത്ത് ബാലുശ്ശേരി നരുക്കുനി എന്നുള്ള സ്ഥലത്ത്, അതായത് കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി നരുക്കുനി എന്ന സ്ഥലത്ത് നിന്ന് ഒരു ലെജൻഡറി ഇങ്ങനെ കാലെടുത്ത് വെച്ച് എജുപോട്ടിയിലേക്ക് അദ്ദേഹത്തിന് അന്ന് കേരളക്കാരെ വിളിപ്പേരിട്ടു ദ കിങ് ഓഫ് കെമിസ്ട്രി, ലെജൻഡറി ഓഫ് കെമിസ്ട്രി എന്ന് പേരിട്ട് വിളിച്ചു. ആ പേരിൻ്റെ ഉടമസ്ഥൻ കൂടിയായിട്ടുള്ള റിജു സാർ ഇന്ന് നിങ്ങളെ കെമിസ്ട്രി പഠിപ്പിക്കാൻ വരും. അപ്പോൾ മക്കളെ, ഇവരുടെ ഒരു താണ്ഡവമായിരിക്കും. അതായത് ദ മോട്ടിവേഷൻ കിങ് എന്നറിയപ്പെടുന്ന ഐത മിസ്സും അതുപോലെ തന്നെ റിജു സാറും, ഇവർ രണ്ടാളും മാത്രമല്ല ബാക്കിയുള്ളവരും കൂടി. പക്ഷേ ഇവരെടുത്ത് പറയാതിരിക്കാൻ വഴിയാ. അതുകൊണ്ട് മക്കളെ, നിങ്ങൾ തീർച്ചയായിട്ടും ഇന്ന് 7 മണിക്ക് പോലെ നാളത്തെ ബേസിക് സയൻസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുകളുമായിട്ടാണ് ഇവർ വരുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടല്ല കേട്ടോ, ആ ക്വസ്റ്റ്യൻസുമായിട്ട് വന്നിട്ട് നിങ്ങളെ സെറ്റാക്കി തരാൻ പോകണം. അപ്പോൾ മക്കളെ, എങ്ങനെ നിങ്ങൾ മാത്രമല്ല, ഇന്ന് കേരളത്തിലെ മുഴുവൻ ആളുകളും പ്രതീക്ഷയോടുകൂടി നിൽക്കുകയാണ്. കാരണം ഐത മിസ്സിൻ്റെ ആ പബ്ലിക് ലൈവ്, ആ ലൈവ് എത്രമാത്രം പ്രസൻറ്റേഷൻ സ്കില്ലിൻ്റെ ഉടമയെന്നറിയപ്പെടുന്നത് ക്യൂൻ ഓഫ് എന്തെന്നറിയപ്പെടാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ പറയാം, മോട്ടിവേഷൻ കിങ് എന്ന് തന്നെ വേണമെങ്കിൽ അറിയപ്പെടാം. ആ മോട്ടിവേഷൻ കിങ് ആണ്, ആ പെൺപുലിയാണ് ഇന്ന് ഫിസിക്സിലേക്ക് വരുന്നത്. അപ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും, ദ കിങ് ഓഫ് കെമിസ്ട്രിയും ദ ക്യൂൻ ഓഫ് ഫിസിക്സും കൂടി രണ്ടാളും കൂടി കൊമ്പ് കോർക്കുന്ന ഈ ഒരു ലൈവിൽ, അതായത് നാളത്തെ എക്സാം പേപ്പർ നിങ്ങൾക്ക് ഇന്ന് ചോർത്തി തരാൻ തന്നെ വേണമെങ്കിൽ പറയാം. ഓക്കെ അല്ലേ? സെറ്റ്.